ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് പറയാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ബാലിനാകെ ടെൻഷനായിട്ട് പുറത്തിറങ്ങി രാത്രിയൊക്കെ പുറത്തിറങ്ങി നിൽക്കാട്ടോ. ധർമ്മം വന്നിട്ട് ചോദിക്കണ്ട്, എല്ലാ അളിന് എന്തേ സംഭവിച്ചത്? അളിന് ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അളിയനെ അറിയാലോ, അളിന് ഞാനെ പെങ്ങളുടെ ഭർത്താവിനെ പോലെ അല്ല കാണുന്നത്, എന്റെ സ്വന്തം രക്ഷിതാവിനെ പോലെയാ കാണുന്നത്. അപ്പൊ അളിയൻ വിഷമിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണെന്ന് പറയാണ്. ആ സമയത്ത് ബാലൻ പറയണ്ട്, എടാ ധർമ്മ, നീ ഒരു പാവാണ്, നീയാണ് എന്റെ ബലോ എന്ന് പറയണത്. ഞാൻ ഓരോരോ പിള്ളേരുടെ കാര്യം ആലോചിക്കുകയായിരുന്നടാ എന്ന് പറയാണ്. എനിക്കറിയാം ആകാശിന്റെ കാര്യം ആയിരിക്കുമല്ലേ, അത് സാരമില്ല അളിയ, അവൻ ശരിയാവും. അവനിപ്പോ കാറൊക്കെ കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറണത്. അപ്പോഴേക്കും ബാലൻ വേണ്ട, അത് മാത്രമല്ലടാ, ഞാനേ മിത്രയുടെയും അതുപോലെ തന്നെ ആരിന്റെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചൊന്ന് ചോദിച്ചായിരുന്നു. അവരുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, അമ്പലത്തിലാണോ രജിസ്റ്റർ ഓഫീസിലാണോ? കാരണം അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് രണ്ടുപേരുടെ പേരിൽ ഷെയർ ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാന്ന് വിചാരിച്ച അവിടുത്തെ അപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് ഒരു അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പൊ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഇവർ തരുന്നില്ല. അല്ല, ഇവിടെ വിവാഹം എവിടെയാണ് നടന്നത് ധർമ്മ, നിനക്കറിയാവോ എന്ന് ബാലൻ ചോദിക്കുമ്പോ ധർമ്മം പറയണ്ട്, ഇല്ലളിയ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലെന്ന് പറയുമ്പോ ബാലൻ പറയണ്ടോ, ഓഹോ, അപ്പൊ നീയും എന്നെ പോലെയാണല്ലേ, ഒന്നും അറിയില്ലല്ലേ, എന്താ അളിയൻ അങ്ങനെ പറഞ്ഞത്? ചോദിച്ചെന്നേ ഉള്ളടാ എന്ന് പറയണം. അങ്ങനെ ബാലൻ ആകെ വിഷമത്തിൽ റൂമിലേക്ക് വരുമ്പോ ഗോമതി നോക്കുമ്പോ രാത്രി ബാലനെ റൂമിൽ കാണുന്നില്ല കേട്ടോ. ബാലൻ വരുന്നുണ്ട്. എല്ലാ ബാലട്ടന് എവിടെയാ പോയത്? ചില സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ്, ചില സമയത്ത് ഭയങ്കര വിഷമത്തിലാണ്. ബാലട്ടന് ഇത് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല ഗോമതി എന്ന് പറയാണ്. അല്ല, എന്തോ ഉണ്ട്. ബാലട്ടൻ ഇപ്പൊ ആകെ ടെൻഷനിലാണ്. ഇല്ല, ഞാൻ സന്തോഷത്തിലാണ് ഗോമതി. ഇല്ല, ചുമ്മാ വെറുതെ പറയാ എന്നെ പറ്റിക്കാനായിട്ട്. ഇല്ല ഗോമതി, ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ ഇനി സന്തോഷത്തിലാണെന്ന് കാണിക്കാൻ നിന്നെ എന്താ ചെയ്യണ്ട, പാട്ട് പാടണോ? വേണ്ട, ബാലട്ടൻ സന്തോഷമായിട്ടിരുന്ന എനിക്ക് അത്രയും മതി. പിന്നെ ഇന്ന് ബാലട്ടൻ പറഞ്ഞില്ലേ എന്നെ ഒരുപാട് ആകാശത്തോളം പൊക്കിയില്ലേ, എന്നെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞില്ല, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം സ്വന്തം ഭർത്താവിന് വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കണോന്നുള്ളത്. ബാലനെ ഇടക്കിടക്ക് എന്നെ ഇതുപോലെ ആകാശത്തോളം പൊക്കണേ. അതിനെന്താ ഗോമതി, ഞാൻ ആകാശത്തോളം പുകഴ്ത്തു നിന്നെ എന്ന് പറയാണ്. അതൊരു ആക്കിയാട്ടോ ബാലൻ പറയണത്. അങ്ങനെ രാവിലെ തന്നെ ബാലൻ നോക്കുമ്പോൾ മുറ്റത്തൊരാൾ വന്ന് നിൽക്കുകയാണ്. ആകാശ് സർ, ആകാശ് സർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആരാ മനസ്സിലായില്ല, ഞാൻ ആകാശ് സാറിനെ കാണുമ്പോൾ ആകാശ് സാറിന്റെ ഡ്രൈവറായിട്ട് ഞാൻ രവീന്ദ്രൻ സാറിനെ നിയമിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓ മനസ്സിലായി. അല്ലപ്പോഴേക്കും ആ പുള്ളിക്കാരൻ പണ്ട് ഞാൻ രവീന്ദ്രൻ സാറിന്റെ അടുത്ത ആളാണ്. മീനാക്ഷി കൊച്ചിന് വേണ്ടി ഒരുപാട് ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാണ്. എന്തൊക്കെ പറയാം, നിങ്ങൾക്കാണ് ഭാഗ്യം. മീനാക്ഷിയുടെ വീട്ടുകാരുടെ ബന്ധം വെക്കാണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ബാലൻ പറയണ്ടേ, ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നോ? ഞങ്ങളുടെ ബന്ധം പുലർത്താൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറ എന്ന് പറയുമ്പോൾ ആ ഡ്രൈവറിന്റെ മുഖം ഒന്ന് മാറുവാട്ടോ. അയ്യോ, ഞാൻ തമാശക്ക് പറഞ്ഞതാ ചേട്ടാ, ഭയങ്കര ടെൻഷനൊക്കെ, കടയിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ രവീന്ദ്രൻ സാറിനോട് പറഞ്ഞാൽ മതി, രവീന്ദ്രൻ സാർ സഹായിക്കും എന്ന് ഡ്രൈവർ പറയുമ്പോ അത് ബാലിന് ആരുടെ സഹായം വേണ്ട എന്ന് വീണ്ടും ഉച്ചത്തിൽ പറയാണ്. ആ ഡ്രൈവർ വീണ്ടും പേടിക്കണം. അയ്യോ ചേട്ടൻ പേടിക്കണം കേട്ടോ, ഞാൻ പറയാം ചെറിയൊരു പ്രഷർ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആകാശേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി വരുന്നുണ്ട്. ആകാശ് ഡ്രൈവർ പഠിപ്പിക്കാനൊരു ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന് പറയാം, ആശാൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ പോയിക്കണ്ട്, ഞാൻ പോയിക്കോളാം. ആകാശ് അച്ഛൻ സ്നേഹത്തോടെയല്ലേ വിളിക്കണത്, ആകാശ് പോ എന്ന് പറയണം. എന്നാ നീയും വാന്ന് പറഞ്ഞിട്ട് മീനാക്ഷിനെ വിളിക്കണ്ട. അപ്പൊ ആകാശിന്റെ പറയുന്നുണ്ട് ബാലൻ, നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. പറഞ്ഞായിരുന്നു എന്നോട്, എടാ ഇങ്ങനെയാണ് പോണത്, ദക്ഷിണൊക്കെ കൊടുക്കണ്ടേടാ, ഇന്ന് 100 രൂപ. വേണ്ട അച്ഛാ, അത് ഞാൻ കൊടുത്തോളാം. എന്താടാ, കാർ നിന്റെ അമ്മായിച്ച വാങ്ങിച്ചു, ദക്ഷിണെങ്കിലും ഞാൻ തന്നോട്ടേടാ എന്ന് പറയണം. അങ്ങനെ ഒരു 100 രൂപ ബാലൻ ആകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആകാശ് അത് ഡ്രൈവറിനെ, അതായത് ആശാനെ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അതിനുശേഷം ആകാശ് വേണ്ട, ചെറുതായിട്ട് ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് അറിയാം എന്ന് പറയാണ്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ, എന്ന് നമുക്ക് പഠിക്കാം എന്ന് പറയുമ്പോൾ മീനാക്ഷി അടുത്ത് വിളിക്കണ്ടേ, വാ മീനാക്ഷി നമുക്ക് പോകാം എന്ന് ആകാശ് വിളിക്കുമ്പോൾ അയ്യോ ഞാനില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയണ്ട, അതെന്താ മോളും കൂടി പോ. അയ്യോ ഇല്ല അച്ഛൻ, എനിക്ക് നേരത്തെ ഇന്ന് ഓഫീസിൽ പോകണം. എങ്കിൽ നീ പോയിക്കോടാ എന്ന് പറയണം. അങ്ങനെ ആകാശ് ഡ്രൈവറിന്റെ കൂടെ അങ്ങോട്ട് പോകുവാട്ടോ. അവർ പോയിക്കുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, അതാണ് ആകാശിനെ മാത്രമേ ഡ്രൈവിംഗ് കുറച്ച് അറിയാത്തുള്ളൂ, ആര്യനും ആനന്ദൊക്കെ നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ എന്തായാലും അവനും കൂടി പഠിക്കട്ടെ. മോളും പഠിക്കണോട്ട് ഡ്രൈവിംഗ്, ഈ കാലത്ത് പെണ്ണുങ്ങളും പഠിക്കണം, വളരെ നല്ലതാണ്. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ കാർ എടുക്കാലോ. അയ്യോ അച്ഛാ എനിക്ക് പേടിയാണ്. മീനാക്ഷിക്ക് പേടിയോ? മീനാക്ഷി നല്ല ധൈര്യശാലിയല്ലേ എന്നൊക്കെ പണ്ട് ബാലൻ ഭയങ്കര സന്തോഷത്തിൽ പോകണം. ബാലന്റെ സന്തോഷം ആകുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാവാട്ടോ. ആകാശിന്റെ ഡ്രൈവിംഗ് ഒന്നും അറിയില്ല കേട്ടോ, ആകാശിനെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അറിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡ്രൈവർ ഇങ്ങനെ ആശാൻ ഇങ്ങനെ ഇരുന്നൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കണം. ശേഷം നമ്മുടെ മിത്ര ആര്യനോട് പറയുന്നുണ്ട്, ആര്യ നമുക്ക് സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാലോ
എന്ന് ചോദിക്കേണ്ടത്. അപ്പൊ ആര്യം പറഞ്ഞത് തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണോ? അതെ, ഒന്നില്ലെങ്കിൽ എനിക്ക് കൗൺസിലിങ്ങിന് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കാരി എന്ന് പറയുമ്പോൾ ശരി ഞാൻ ആലോചിക്കട്ടെ, നമുക്ക് നല്ല ശാന്തമായിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാം എന്ന് ആര്യനും പറയുന്നുണ്ട്. മിത്രക്ക് സമാധാനമാവട്ടെ. അങ്ങനെ മിത്രനെയും കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ ഗോമതി അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങുവാണ്. മീനാക്ഷിയോട് ചോദിക്കണം, മീനാക്ഷി നീ അമ്പലത്തിൽ വരുന്നുണ്ടോ? ഓ ഞാൻ വരുന്നില്ല. അല്ല നിങ്ങളെന്താ പതിവില്ലാതെ പെട്ടെന്ന് അമ്പലത്തിൽ പോക്കോ? ഒന്നും പറയണ്ട മോളെ, ദേ മിത്രക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല, ഏത് നേരം ഒരു സമാധാനക്കേടാ. ഹോ ഇവളുടെ ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല, നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല മീനാക്ഷി മോളെ എന്ത് പേടിക്കണ്ടെന്നാ പറഞ്ഞത്? എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ലച്ചാ, ഇവൾക്ക് എക്സാം ഒക്കെ അല്ലേ, അപ്പൊ അതിനൊരു ചെറിയൊരു പേടി. ആർക്ക്? മിത്രക്കോ? മിത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്? അച്ഛാ എത്ര പഠിക്കുന്ന പിള്ളേരാണെങ്കിലേ എക്സാം ഒക്കെ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അച്ഛാ എന്ന് പറയാണ്. ശരി എങ്കിലേ 3 പേരുടെ അമ്പലത്തിൽ പോ, എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് ടെൻഷനൊക്കെ ഒന്നും കൂടുവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ വീക്കെൻഡ് പ്രൊമോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ ഒരു പ്രൊമോയിൽ കാണിച്ചതാണ്, സാന്ത്വനത്തിന് ടൈം മാറ്റം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ വന്നില്ലേ, അതിൽ കാണിച്ച ഒരു ഭാഗമാണ്. നമ്മുടെ മിഥുനെയും കൂട്ടിക്കൊണ്ട് ബാലൻ ദേവമംഗലത്തേക്ക് വരുന്നുണ്ട്. മിഥുനെ കാണുമ്പോൾ മിത്ര ആകെ ഞെട്ടിപ്പോവാണ്. മിത്രയുടെ ആരിന്റെ കൂടെ എവിടെയെങ്കിലും പുറത്തു വിട്ട് ശാന്തമായിട്ടുള്ള സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ പ്ലാൻ എല്ലാം തകിടം മറിയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, മിത്രയും ആരിന് എന്തായാലും ജയിലിൽ കിടക്കേണ്ടെന്ന് വരില്ല. കാരണം മിഥുൻ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് ബാലൻ ആ കേസൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മിത്രയുടെ ആരിന്റെ വായിൽ തന്നെ സത്യങ്ങൾ അറിയാനായിട്ടോ. പക്ഷെ മിഥുനെ കൊണ്ടുവന്നത് കുറച്ചൊരു കടുങ്കൈയായി പോയി ബാലൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻ കൊണ്ടത്. പക്ഷെ ഈ മിഥുന്റെ സ്വഭാവം ബാലനെ ശരിക്കും അറിയില്ലല്ലോ. മിഥുൻ ആരെ വേണമെങ്കിലും ചതിക്കുന്ന ഒരാളാണ്. മാത്രമല്ല മിഥുനാണെന്നുണ്ടെങ്കിൽ ബാലന്റെ വേണമെങ്കിൽ തലക്ക് വരെ അടിക്കും. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് മിഥുൻ വരുന്നത്. പക്ഷെ മിഥുന്റെ ഈ ഒരു പ്രൊമോയിലും മുഖം കാണിച്ചപ്പോൾ കുറച്ച് പാവത്തെ പോലെയൊക്കെ തോന്നി. ഇനി മിഥുന്റെ അഭിനയമാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഒന്നില്ലെങ്കിൽ ബാലൻ മിഥുനെ വളച്ചൊടിച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബാലൻ മിക്കവാറും മിഥുന അവിടെ നിന്ന് ആട്ടി ഓടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിഥുന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് ആ സ്വർണം നമ്മുടെ മിത്രയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എല്ലാം ബാലൻ അങ്ങ് മറക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മിക്കവാറും ബാലൻ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കാനാണ് ചാൻസ്. മിഥുനാണെങ്കിൽ ബാലനാണ് തന്നെ രക്ഷിച്ചത് എന്ന് മിഥുൻ അറിയാം. പക്ഷെ എങ്കിൽ പോലും മിഥുൻ ബാലനോട് പകരം വിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം ആര്യന്റെ അച്ഛനാണല്ലോ ബാലൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം മിഥുന ഉണ്ടാകും. എന്തായാലും നല്ല അടിപൊളി ഭാഗമായിട്ട് ഇനി വരാനിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ആകാശ് കുറച്ചുകൂടി കൂടുതലായിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് അടുക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഈ ബാലൻ ഇപ്പൊ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് നാളെ മറ്റന്നാളെ ബാലൻ വരുമ്പോ അപ്പോഴേക്കും ബാലൻ പൊട്ടിത്തെറിക്കാൻ പോണത്. പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ആകാശ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയേ നോക്കുള്ളൂ മീനാക്ഷിയുടെ വീട്ടിലേക്ക്. പക്ഷെ മീനാക്ഷി പോലിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ആ വീടിന്റെ കൂടെ തന്നെ മീനാക്ഷി നിൽക്കും. പിന്നെ ദേവി ആണെങ്കിൽ ദേവിനെ ഇന്നൊക്കെ ആയിട്ടൊന്നും കാണിച്ചിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് ഇത്തിരി അഹങ്കാരവും പൊങ്ങച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ദേവമംഗലത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ ദേവി ഒന്നും ചെയ്യില്ല കേട്ടോ. മറ്റേ തമിഴിൽ അങ്ങനെ തന്നെയാണ്. ആ ഒരു പൊട്ടത്തരം പോലത്തെ സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചൊരു പാവം ആ ക്യാരക്ടർ ആട്ടോ. എനിക്ക് സത്യം പറഞ്ഞാല് ദേവിയുടെ ക്യാരക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല. കുറെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊരു എവിടെയൊക്കെ ഒരു നന്മയുണ്ട് ദേവിയിൽ. എന്തായാലും നമുക്ക് നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.